ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടിയുടെ പേര് നിതിൻ നായർ. നിതിൻ നായരുടെ നക്ഷത്രം മകം. 30 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത മാസം ഫെബ്രുവരിയിൽ 31 ആവും. പ്രോജക്റ്റ് മാനേജറായിട്ട് ഫോൺ പേ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് വന്നിട്ട് 5'11", വെയിറ്റ് വന്നിട്ട് 68. ബികോം മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്. അച്ഛൻ നന്ദകുമാർ, അമ്മ ബിന്ദു. അച്ഛൻ റിട്ടയർഡ്, പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് ഇരിക്കുകയാണ്. അമ്മ ഹൗസ് വൈഫാണ്. ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ്. ബോംബെ ബദലാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. നാട്ടിലും ധാരാളം പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. തൃശ്ശൂർ സ്വദേശികളാണ് ഇവർ. ഹൈറ്റ് വന്നിട്ട് ആ കുട്ടിയുടെ 5'11", വെയിറ്റ് വന്നിട്ട് 68 kg ആണ്. അപ്പോൾ ബോംബെ, പൂന അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലൊക്കെ ഉള്ള കുട്ടികൾക്ക്, പെൺകുട്ടികളുടെ പാരൻസിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിതിൻ നായരെ ആലോചിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടെ ഞാൻ നിതിൻ നായരെ പറ്റി പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നിതിൻ നായർ, സ്റ്റാർ മകം, ഹൈറ്റ് വന്നിട്ട് 5'11", വെയിറ്റ് വന്നിട്ട് 68, ക്വാളിഫിക്കേഷൻ വന്നിട്ട് ബികോം മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. വർക്ക് ചെയ്യുന്നത് ഫോൺ പേ എന്ന് പറഞ്ഞ കമ്പനിയിൽ പ്രോജക്റ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അച്ഛൻ നന്ദകുമാർ പ്രൈവറ്റ് സർവീസിൽ നിന്ന് റിട്ടയർ ആയിട്ടിരിക്കുകയാണ്. അമ്മ ബിന്ദു, അവർ ഹൗസ് വൈഫാണ്. ബോംബെയിൽ ബദലാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ സ്റ്റേ ചെയ്യുന്നത്. ഐ മീൻ റിസൈഡിങ് അറ്റ് ബദലാപൂരാണ്, താമസിക്കുന്നത് ബദലാപൂരാണ്. തൃശ്ശൂർ സ്വദേശികളാണ്. തൃശ്ശൂർ അവർക്ക് വീടും പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാ വീഡിയോകളിലും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കുകയാണ്. വിവാഹം നോക്കൽ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആർക്കാണോ വിവാഹം നോക്കുന്നത് വെച്ചാൽ ആ കുട്ടിയുമായിട്ട് അച്ഛനമ്മ ഒന്ന് നന്നായിട്ട് വിവാഹ കാര്യങ്ങൾ സംസാരിക്കുക. എന്താണ് ഈ വിവാഹ കാര്യങ്ങൾ സംസാരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പല തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടാവും. എനിക്ക് ഇന്ന സ്ഥലത്തുള്ള ജോലി കുട്ടിക്ക് കിട്ടിയാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ പഠിപ്പ് എഡ്യൂക്കേഷൻ ഇന്നതാണെങ്കിൽ നന്നായിരുന്നു, ഹൈറ്റ് ഇത്രയാൽ നന്നായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അവർക്ക് പറയാനുണ്ടാവും. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇല്ലെങ്കിൽ മറ്റുള്ള പാരൻസുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മകനോട് ചോദിക്കട്ടെ, മകളോട് ചോദിക്കട്ടെ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അത് ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം, ജാതക വർത്തമാനം കഴിയാവുന്നത്ര കുറച്ച് സംസാരിക്കുക. ശുദ്ധജാതകം, ദോഷജാതകം, 7 ചൊവ്വ, കുജദോഷം, രാഹുദോഷം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതുന്ന അനവധി പ്രൊഫൈലുകൾ എനിക്ക് കാണാൻ കഴിയുന്നതാണ് ദിവസേന. ഇത് നമ്മൾ കഴിയാവുന്നത്ര കുറച്ച് സംസാരിച്ചാൽ അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഫൈൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ജോത്സ്യനെ കൊണ്ട് നോക്കിപ്പിക്കുക. ജോത്സ്യൻ എന്താണോ പറയുന്നത് വെച്ചാൽ അത് കേൾക്കുക. കുറേ ഇപ്പോൾ 2 പ്രൊഫൈൽ ഇപ്പോൾ 2 കൂട്ടർക്കും, അതായത് ആൺകുട്ടിയുടെ വീട്ടുകാർക്ക് പെൺകുട്ടിയുടെ വീട്ടുകാർക്കും പ്രൊഫൈലുകളൊക്കെ ഓക്കെ ആയി. ഇനി ജാതകം മാത്രമാണ് നോക്കേണ്ടത് എങ്കിൽ തീർച്ചയായിട്ടും 3, 4, 5 പണിക്കരടുത്തെങ്കിലും പോയിട്ട് നോക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതായത് ഇപ്പോൾ ഒരു പണിക്കർ പറഞ്ഞു ഇത് മാച്ചാക്കാൻ പറ്റില്ല, അങ്ങനെ 3, 4 പണിക്കരും പറഞ്ഞു മാച്ചാക്കാൻ പറ്റില്ല, 5ാമത്തെ ആൾ പറയണം ഇത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് വെച്ച് മുന്നോട്ട് പോകണം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വിവാഹം നടക്കലാണ് അല്ലെങ്കിൽ നടത്തലാണ് നമ്മളുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യം. ഇത് നടത്തണം, അല്ലാതെ ജാതകത്തിൽ റിസർച്ച് നടത്തലല്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും.
അടുത്തത് ജാതകം ഓക്കെ ആയി, രണ്ട് ഫാമിലിക്കും ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ വാട്സാപ്പ് നമ്പറുകൾ എക്സ്ചേഞ്ച് ചെയ്യുക. അവർക്ക് ധാരാളം കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. അവരൊരു 10-15 ദിവസമെങ്കിലും മിനിമം സംസാരിക്കണം. അതൊന്ന് കൂടുതലായാലും വളരെ നല്ലത്. നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. നല്ല ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യാന്ന് മാത്രമല്ല, നല്ല ഒരു കംഫർട്ട് ലെവലിലേക്ക് എത്തണം ഈ രണ്ട് കുട്ടികളും. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റുകൾ: കുട്ടികൾ തമ്മിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ ആൻഡ് മെഡിസിൻ, പിന്നെ ബാങ്കിൽ വല്ല ലോണുകളോ കാര്യങ്ങളോ അമിതമായിട്ടുള്ള EMI വല്ലതും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ വല്ല വിവാഹ അല്ലെങ്കിൽ ലവ് അഫെയർ വല്ലതുമുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കുറേ എളുപ്പമായി കാര്യങ്ങളൊക്കെ. മറ്റേത് ഇങ്ങനെ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ്, അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് എന്നൊക്കെ പറയുന്ന അനവധി കുട്ടികളെ എനിക്കറിയാം. ഇത് വാട്സപ്പ് ചാറ്റൊക്കെ ചെയ്ത് അവരൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ബിൽഡപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വീട്ടിൽ നിന്ന് പുറത്ത് വെച്ച് കാണണം. കുട്ടികൾ തമ്മിൽ പുറത്ത് വെച്ച് കണ്ട് നന്നായി സംസാരിക്കുക. ഒരു കോഫി ഹൗസിലൊക്കെ പോയി ഒരു കോഫിയൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏകദേശം ഒരു കംഫർട്ട് ലെവൽ ആകുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. അതാക്കിയതിന് ശേഷം മാത്രം മതി പെണ്ണ് കാണൽ ചടങ്ങ്. ഇല്ലെങ്കിൽ പേരൻസിനും കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. ഏറ്റവും ആദ്യം നിങ്ങൾ ഏതെങ്കിലും മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ ശേഷം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ധർമ്മദൈവങ്ങൾ, അല്ലെങ്കിൽ തറവാട്ടിലുള്ള അമ്പലം, കുടുംബക്ഷേത്രം എന്നൊക്കെ പറയുന്ന നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഈ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ വള്ളുവനാട് മാട്രിമോണിയൽ ഒറ്റപ്പാലമായിട്ട് ബന്ധപ്പെടുക. തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും മംഗളാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.